ഇത് സർക്കാരിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് തന്നെയാണ്. പക്ഷേ സർക്കാർ അധികാരത്തിലേറുന്നതിന് തൊട്ടു മുമ്പ് വരെ, അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിലേറിയ ഘട്ടത്തിലും മുഖ്യമന്ത്രിയായിരുന്ന വി ഡി സതീശൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ നിരവധിയായ ആളുകൾക്ക് നേരെ കേസുകൾ ഉണ്ടായി. ചിലരെങ്കിലും വലിയ തോതിൽ മർദ്ദനം നേരിടേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലവും ഞാൻ മറക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം എന്നതായിരുന്നു. അതായത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയ്ക്കെതിരെ നിരവധിയായ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരൊക്കെ കരിങ്കുടി കാണിച്ചിരുന്നു. പക്ഷേ ആലപ്പുഴയിലായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാന്മാർ നേരിട്ടിറങ്ങി വന്ന് അവിടെ പ്രതിഷേധം നടത്തിയവരെ തല്ലിച്ചതച്ചത്. അതിൽ അടക്കം കൃത്യമായ നടപടിയെടുക്കും എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുമ്പോഴും ഇപ്പോൾ വ്യക്തമാകുന്നത് ആ നടപടികൾ വൈകുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിയുകയാണ്. എന്തായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അതുകൂടി കേട്ട ശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ആഭ്യന്തരമന്ത്രി വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിച്ചു. നടപടിക്രമങ്ങൾ നിങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, മാധ്യമങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, ഗവൺമെന്റാണ്. ഗവൺമെന്റ് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ഞങ്ങൾ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അത് നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. അതാണ് അത്. അപ്പ അറിഞ്ഞാൽ മതി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. നിങ്ങൾ അപ്പ അറിഞ്ഞാൽ മതി, ഞങ്ങൾ പറയും. നിങ്ങൾ അപ്പ അറിഞ്ഞാൽ മതി എന്താണ് ഇതിന്റെ നടപടിക്രമമെന്നും ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്നും തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. യെസ്, ഇതാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. പക്ഷേ ശരണ്യ, നമുക്കറിയാം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ കൃത്യമായി ഉണ്ടായിരുന്നു. അതിൻ്റെ നേട്ടം കൂടിയാണ് ഇപ്പോൾ വി ഡി സതീശൻ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്നതൊക്കെ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതെല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം തന്നെ അതിനെ വിലയിരുത്തിയ സാഹചര്യമുണ്ട്. അതൊരു ബോധപൂർവമായ മർദ്ദനം ആയിരുന്നു എന്നുള്ളത്. ഇപ്പോഴിതാ ഒന്നും മറക്കില്ല എന്ന് പറയുന്ന വി ഡി സതീശൻ പറയുന്നു നിങ്ങൾ കാത്തിരുന്ന് കണ്ടാൽ മതിയെന്ന്. ഈ വിഷയത്തിലും അതിർത്തി പുകയുന്നുണ്ട് കോൺഗ്രസിനകത്തും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ യുവ നേതൃത്വത്തിലും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായും ഈ വിഷയത്തിനകത്ത് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നടന്ന ഒരു സംഭവമാണ്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന മർദ്ദനം, അതിക്രൂരമായ മർദ്ദനം എന്നായിരുന്നു അത് കേരളം മുഴുവൻ ആ വിഷയം ചർച്ചയാകുന്നതിൻ്റെ ഭാഗമായി പറഞ്ഞത്. കാരണം നിരായുധരായ ചെറുപ്പക്കാരെ, സാധാരണഗതിയിൽ ഭരണഘടനാപരമായി പ്രതിഷേധിക്കാൻ അവകാശമുള്ള ചെറുപ്പക്കാരെയാണ് അന്ന് അവർ റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി കടുത്ത മർദ്ദനത്തിന് വിധേയരാക്കിയത്. അതിന്റെ തുടർന്നുള്ള റിപ്പോർട്ടുകൾ, ആലപ്പുഴ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ പ്രോട്ടോകോൾ ലംഘനമടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്തിരുന്നു. അതായത് ഈ ആക്രമണം നടത്തിയ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അൽക്കല്ലൂർ അടക്കമുള്ള സന്ദീപ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് അന്ന് അത്തരത്തിലൊരു സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്നത്. പക്ഷേ തുടക്കത്തിൽ ആ വിഷയത്തിൽ കാണിച്ച ഒരു ആർജവം അതിന് തലപ്പത്തേക്ക് പോകുമ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ചില മറുപടികൾ കൂടി വന്നതോടുകൂടി അതിനകത്തൊരു കടുത്ത പ്രതിഷേധത്തിലേക്ക് ആലപ്പുഴയിൽ പോകുന്നു. കാരണം ആലപ്പുഴയിൽ നിന്നുള്ള ഇപ്പോൾ നിലവിലത്തെ ആലപ്പുഴ MLA ആയ തോമസും അതോടൊപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസും, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന അജയ് ജുവൽ കുര്യാക്കോസുമാണ് അന്ന് മർദ്ദനത്തിന് ഇരയായത്. ഇവര് നിയമപരമായ ഒരു പോരാട്ടം ആലപ്പുഴ കോടതിയിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോരാട്ടം നടക്കുകയും തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുമ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയാക്കുകയും അതൊരു വലിയ കയ്യടി നേടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് MR അജിത് കുമാറിനെ പോലെയുള്ള ആളുടെ അടുത്തേക്ക് ആ വിഷയം എത്തുമ്പോൾ അതിനകത്ത് പിന്നീട് ഒരു സ്പീഡ് ആ വിഷയത്തിനകത്ത് ഉണ്ടാകുന്നില്ല. ചില ഒളിച്ചുകളികൾ നടക്കുന്നു എന്നുള്ള ഒരു ആരോപണം പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കം രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ട് ഈ ആലപ്പുഴയിൽ മർദ്ദനമേറ്റത്
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നുള്ള ഓർമ്മ വേണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലടക്കം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തോടു കൂടി അതൊരു മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശം കൂടി വന്നതോടുകൂടി, അതായത് KSU പ്രവർത്തകരാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നുള്ള ഒരു ചോദ്യം കൂടി വന്നതോടുകൂടി ഇന്നലെ ആലപ്പുഴ ജില്ലയിലെ KSUവിന്റെ ഗ്രൂപ്പുകളിൽ അതിൽ പ്രതിഷേധം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പണിയെടുക്കാൻ പോഷക സംഘടനകളോട് മുഖ്യമന്ത്രിക്ക് യാതൊരു താല്പര്യവുമില്ല, പണിയെടുക്കാനും തല്ലുകൊള്ളാനും മാത്രമാണോ തങ്ങൾ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. AD തോമസും ഇപ്പോൾ നിലവിൽ ആലപ്പുഴ MLA ആയ AD തോമസും അതിനകത്ത് MR അജിത് കുമാർ വലിയ നടനാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമൊക്കെ തോമസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇതിനകത്ത് ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് തങ്ങൾ കരുതുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് നമുക്കറിയാം, ഈ ഉദ്യോഗസ്ഥർ ആലപ്പുഴ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്മേൽ ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് മൊഴി രേഖപ്പെടുത്താൻ പോലും ആലപ്പുഴയിൽ എത്താൻ അവർ തയ്യാറായിരുന്നില്ല. മറിച്ച് ആലപ്പുഴയിലെ പോലീസ്, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരത്ത് എത്തി അവരുടെ അനുവാദം വാങ്ങി അത്ര ഗതികെട്ടാണ് അവിടുന്ന് മൊഴി രേഖപ്പെടുത്തി തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു പോലീസ് സംവിധാനത്തെ പൂർണ്ണമായി വളച്ചൊടിച്ച ഒരു കേസായിരുന്നു ഈ കേസ്. അതിനകത്ത് തന്നെ മുകളിലേക്ക് പോകും തോറും തലപ്പത്തായിരുന്നു ഇതിന്റെ പല കളികളും നടന്നത് എന്നുള്ള, അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്ത ആളുകൾക്കുള്ള ആത്മവിശ്വാസം പകർന്നത് തലപ്പത്തുള്ള MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ, അതായത് ഈ കേസിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥൻ SIT മുമ്പാകെ കണ്ണീരോടെ മൊഴി നൽകി എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വന്നത്. അതായത് തന്നെ സമ്മർദ്ദത്തിന് വഴിപ്പെടുത്തി ആ രീതിയിലാക്കിയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഈ കേസ് റെഫർ ചെയ്യാനുള്ള ഒരു റിപ്പോർട്ട് എഴുതി തള്ളാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഒരു ഘട്ടത്തിൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം കാണിച്ച ഒരു ആർജവം ആ കേസിനകത്ത് ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ കൂടെ നിന്ന ഒരു സംവിധാനത്തെ മുഴുവൻ അല്ലെങ്കിൽ വഞ്ചിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഇവിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഈ സൂചിപ്പിക്കുന്ന പോലെ VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നേരത്തെ പറഞ്ഞ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ എന്ന വിമർശനം ഉയരുന്നു. അത് പാർട്ടിക്കകത്തും വിദ്യാർത്ഥി സംഘടനയ്ക്കകത്തും പോഷക സംഘടനകൾക്കകത്തും സജീവമാണ് എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അതിന്റെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യനും അതോടൊപ്പം തന്നെ ശരണ്യ സ്നേഹജനും നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.